എൻ്റെ നാട് കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ബോർഡറിലുള്ള പയ്യന്നൂരിനടുത്തുള്ള വലിയ പറമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഇത് ആക്ച്വലി ഒരു തീരദേശ ഗ്രാമമാണ് കേട്ടോ. 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം. 2 സൈഡ് കായലാണെങ്കിൽ ഒരു സൈഡ് കടലാണ്. നമ്മുടെ നേവൽ അക്കാദമി ഇല്ലേ, ഏഴിമല, അതിൻ്റെയൊക്കെ സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. എന്താ പറയുക, നമ്മളെയൊക്കെ എല്ലാവർക്കും സ്വന്തം നാട് എന്ന് പറയുമ്പോൾ അതിനോട് സ്പെഷ്യൽ ഒരു ഇമോഷനായിരിക്കും. എൻ്റെ നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിലും എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. കായലും കടലും കണ്ടൽക്കാടുകളും ഒക്കെ ആയിട്ട് ഒരു സ്വർഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മളൊരു കയാക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ടൂറിസം മേഖലയൊക്കെ കുറച്ചുകൂടി ഒന്ന് കാര്യമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കയാക്കിംഗ് ആണിത്. ഈ ഒരു പുഴ എന്ന് പറയുന്നത് കവ്വായി കായലാണ് കേട്ടോ. കായലാണിത്. അത്യാവശ്യം നല്ല ആഴമുള്ള കായലാണ്. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും നല്ല ആഴമുള്ള കായലാണ്. നല്ലോണം അടിയൊഴുക്കും കുത്തൊഴുക്കും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരിങ്ങനെ ഇറങ്ങാനൊന്നും ആരും അധികം പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷേ ഈ ഒരു കയാക്കിങ്ങിൻ്റെ ഈ ഒരു സൈഡിലാണെങ്കിൽ വെള്ളം അധികം വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് കാണുമ്പോൾ വലിയ കായലായിട്ട് തോന്നുമെങ്കിൽ പോലും ആഴമില്ല കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് മഴക്കാലത്തൊക്കെ നല്ല ആഴം ഉണ്ടാവും. പിന്നെ മാട് എന്നാണ് പറയുക. അതായത് വെള്ളം വലിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്തിനെ പറയുന്നതാണ്, ആ ഒരു പ്രതിഭാസത്തിനെ പറയുന്നതാണ് മാട് എന്ന്. ഈ ഒരു കയാക്കിങ് ചെയ്ത് നമ്മൾ എത്തുന്നത് ഒരു കണ്ടൽക്കാടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. പണ്ടൊക്കെ കുറേയധികം കണ്ടൽക്കാട് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ കേട്ടോ. ഇപ്പോഴും അതൊക്കെ കുറേയൊക്കെ സംരക്ഷിത മേഖലയാണ്, കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയാക്കിങ് ചെയ്തിട്ട് ഇതാ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഇടയിലേക്കാണ് എത്തുക. അവിടെ പോവുകയാണെങ്കിലും എന്തൊരു ഭംഗിയാണെന്നറിയാം. ഒരു വൈകുന്നേരം സമയത്തൊക്കെ ദൂരെ അവിടെ കടലിൽ സൂര്യൻ അസ്തമിക്കാറായിരിക്കുമ്പോഴുള്ള ആ ഒരു ഓറഞ്ച് റെഡ് കളറിലുള്ള ഒരു ആകാശമൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ കക്കയും പിന്നെ അതിനെ തിന്നാനായിട്ട് വരുന്ന കൊക്കുകളും ഒക്കെ ആയിട്ട് ഒരു വേറെ തന്നെ ഒരു ലോകമാണത്. ഒരു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറേയധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കായലും പുഴയും പിന്നെ കടലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് മീൻ നന്നായിട്ട് കിട്ടും കേട്ടോ. അതിന് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. നമുക്ക് അപ്പം തന്നെ പിടിച്ച മീൻ, അത്രയ്ക്ക് പെടക്കുന്ന മീൻ തന്നെ നമുക്ക് കറി വെക്കാനൊക്കെ കിട്ടാറുണ്ട്. മുമ്പൊക്കെ പാലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടേത് മാത്രമായുള്ള ഒരു സ്വർഗ്ഗമായിരുന്നു അത്. പാലൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്ന് തുടങ്ങിയത്.